നമസ്കാരം. വിൽപ്പനയിൽ ഇന്ന് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. ബാബു എബ്രഹാം രചിച്ച കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ആത്മകഥാപരമായ ഈ പുസ്തകം ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 51ാമത്തെ എഡിഷനാണ്. ഇടുക്കി ജില്ലയിലെ കമ്പളിക്കണ്ടം എന്നൊരു കുഗ്രാമത്തിൽ ജനിച്ച് ഏറെ പ്രതികൂലമായ സാഹചര്യങ്ങളോട് മല്ലിട്ട് ഒടുവിൽ ജീവിത വിജയം കൈവരിച്ച ഒരു വ്യക്തിയുടെ കഥയാണിത്. ഈ പുസ്തകം ബാബുവിൻ്റെ കഥയിലുപരി ബാബുവിൻ്റെ അമ്മ നന്ദികുന്തൽ മേരിയുടെ കഥ കൂടിയാണ്. ഭർത്താവിൻ്റെ മർദ്ദനങ്ങളും ബന്ധുക്കളുടെ അവഗണനയും പരിഹാസവും സഹിച്ചുകൊണ്ടും 3 പെൺമക്കളെയും ബാബുവിനെയും വളർത്തിക്കൊണ്ടു വന്ന മേരി ഈ പുസ്തകത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതിടാനാവാതെ പലതവണ ബാബു വഴിവിട്ട് പോകുന്നുണ്ടെങ്കിലും ഒരു പ്രകാശ ഗോപുരം കടക്ക് നിൽക്കുന്ന നന്ദികുന്നേൽ മേരിയും വഴിവിളക്കുകളായി നിൽക്കുന്ന കുറേ നല്ല മനുഷ്യരും ചേർന്ന് അവനെ വീണ്ടും യഥാർത്ഥ പാതയിലേക്ക് വഴിതിരിച്ചു വിടുന്നുണ്ട്. ബാബുവിൻ്റെ ഈ ആത്മകഥ ഒരു അനായാസമായ വായനയിൽ കവിഞ്ഞ് ഒരു നല്ല മോട്ടിവേഷണൽ പുസ്തകം കൂടിയാണ്. ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി മുമ്പോട്ട് പോകാൻ പറ്റാതെ തളർന്നു നിൽക്കുന്നവർക്കെല്ലാം ഒരു വലിയൊരു പ്രചോദനമാണ് ഈ പുസ്തകം. തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കൾ ഈ പുസ്തകം വായിച്ചിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല പ്രതിസന്ധികളും ഒരുപക്ഷെ നമ്മൾ ബാബുവിൻ്റെ കഥയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഏറെ നിസ്സാരമാണ്. ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഒരാൾക്ക് ഇത്രയും വലിയൊരു ജീവിത വിജയം കൈവരിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും അത് സാധിക്കും എന്ന് തന്നെ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും.